ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇന്നത്തെ വാട്ടറിൻ്റെ സീക്രറ്റ്. ഈ ഒരു വാട്ടർ എൻ്റെ മുടിയിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഒട്ടും തന്നെ ഉള്ളില്ലാത്ത മുടിയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വാട്ടർ എൻ്റെ മുടിയിൽ യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എൻ്റെ മുടിയെല്ലാം നന്നായിട്ട് വളരാനായിട്ട് തുടങ്ങി. അതായത് മുടികൊഴിച്ചിലെല്ലാം മാറി പുതിയ മുടികൾ വളർന്നു വരുന്നത് ഈ ഒരു വാട്ടർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് ഒട്ടും തന്നെ ഉള്ളില്ലെങ്കിലും അതേപോലെ തന്നെ നീളമില്ലെങ്കിലും ഈ ഒരു വാട്ടർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാട്ടോ. ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിത് എൻ്റെ മുടിയിൽ യൂസ് ചെയ്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കാട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഒരു വാട്ടർ നമുക്ക് തയ്യാറാക്കിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇതേപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ടും എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് എത്രത്തോളം വാട്ടർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഗ്രാമ്പു ആണ്. ഇതിപ്പോൾ 5 ഗ്രാമ്പു എടുക്കുന്നുണ്ട്. ഹെയർ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പു. അതുമാത്രമല്ല നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ചേർക്കുന്നത് പേരയിലയാണ്. പേരയില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 7 പേരയില എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ടുള്ളത് മാത്രമാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഓൾറെഡി ഇതേപോലെ വാട്ടർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ഒരുപാടധികം സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. അപ്പോൾ ഇത്രത്തോളം ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഈ ഒരു വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസെൻസ് ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നതാണ്. ഏകദേശം 3-4 മിനിറ്റ് നേരം നമ്മളിത് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളെടുത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 1/2 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം. ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്തൊക്കെ ഹെയർ പാക്കുകളും ഹെയർ ഗ്രോത്ത് വാട്ടറുകളും ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ മുടിക്ക് ഒരു ഹെയർ ഗ്രോത്തും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാട്ടോ. 100% ഇഫക്റ്റീവായിട്ടുള്ള ഒരു വാട്ടറാണിത്. അപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു വാട്ടർ ഏത് തരം മുടിയുള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഓയിലി ഹെയർ ഉള്ളവർക്കും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കുമെല്ലാം ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ മെയിനായിട്ടും നമ്മുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് ഇതേപോലെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് അത് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ടും എളുപ്പമായിരിക്കും. ഇത് നമ്മൾ 1 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. നമ്മൾ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചതിന് ശേഷം ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് 1/2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. അതേപോലെ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മുടെ മുടി കെട്ടി വെക്കരുത്. അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ആ ഒരു നനവ് നിന്നിട്ട് മുടി ഡാമേജ് ആകും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ആ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നമ്മുടെ സ്കാൽപ്പിൽ പിടിക്കുള്ളൂ. നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണല്ലോ മുടി വളരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ നമ്മൾ പരമാവധി എല്ലാ ദിവസവും മുടി കഴുകുന്നത് നല്ലതാണ്. കാരണം മുടിയിൽ ആ ഒരു അഴുക്കും നനവും എല്ലാം നിന്നിട്ട് മുടി ഡാമേജ് ആവും. അങ്ങനെയാണ് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവുന്നതും മുടി വളരാതെ ആവുന്നതും. അപ്പോൾ പരമാവധി എല്ലാ ദിവസവും മുടി കഴുകാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വാട്ടറാണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.